ഹലോ ചങ്ങായിമാരെ, അപ്പം ഞാൻ ശരിക്കും എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പം വഴി കൂടെ ഒരു പൂച്ച അങ്ങ് ഇറങ്ങിപ്പോകുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനെ പുറകിൽ നിന്ന് വിളിച്ചു, ഹായ് ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പം മൂപ്പരൊന്ന് നിന്നു. പിന്നെ ഞാൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂച്ച കുറേ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നെ വിളിച്ച് വല്ലതും തിന്നാൻ തരാനാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും പൂച്ച കുറേ നേരം എന്നെ നോക്കിയിരുന്നിട്ട് പൂച്ച അങ്ങ് പോകാനുള്ള ഭാവമൊക്കെ കാണിച്ചു തന്നോണ്ട് ഈ ഒറ്റ വിടില്ല. ഞാൻ വിചാരിച്ചു വരില്ലായിരിക്കും എന്ന്, നിൽക്കുകയോ ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് അതിനെ കാണുന്നതും അതിനോട് മിണ്ടുന്നതും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ അധികം കമ്പനിയൊന്നും വേണ്ട, ഇങ്ങോട്ട് വരണ്ട എന്ന് മമ്മി പറഞ്ഞതുകൊണ്ട് പൂച്ച ഇങ്ങോട്ട് വരാറില്ല കേട്ടോ. എന്തായാലും മമ്മിക്ക് ഈ രാത്രിയിലൊക്കെ ഈ പൂച്ചയൊക്കെ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് വിചാരിക്കും എന്ന് വെച്ചാൽ, എന്താ പറയുക, വല്ല ഒരു കുറച്ച് പ്രേതത്തിൻ്റെ എന്നൊക്കെ പറയും, പൂച്ചേനെ അടുപ്പിക്കാൻ കൊള്ളൂല എന്നൊക്കെ ഇങ്ങനെ ചിലർ പറയില്ലേ രാത്രിയൊക്കെ വരുമ്പോൾ. അതുകൊണ്ട് എനിക്കാണെന്ന് തോന്നില്ല കേട്ടോ. എനിക്ക് ഈ പട്ടിയും പൂച്ചേനെയൊക്കെ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോയി തൊടുകയും ചെയ്യാനും ഫുഡൊക്കെ കൊടുക്കും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. നമ്മളമ്മമാരുടെ കൂട്ടല്ലല്ലോ, നമ്മൾ ഇച്ചിരി വ്യത്യസ്തമായ സ്വഭാവങ്ങളൊക്കെ കാണുമല്ലോ നമുക്കല്ലേ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നല്ല തടിയൻ പൂച്ച. അതൊരു അമ്മപ്പൂച്ചയാണെന്ന് തോന്നി. എൻ്റെ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും കുഞ്ഞുങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. എന്തായാലും എന്നോട് ഭയങ്കര സ്നേഹം കാണിച്ചു, ഞാനും തിരിച്ച് അതിനോട് ഭയങ്കര സ്നേഹം കാണിച്ചു. എനിക്ക് അതിനെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വീട്ടിൽ കൊണ്ടുവരുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മമ്മി ഓടിക്കും, ഇഷ്ടപ്പെടുകയില്ല എന്ന് വെച്ചാൽ പൂച്ചേനൊന്നും ഇഷ്ടമില്ല, അതെന്താണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റ്, പട്ടിയും പൂച്ചേനെയും ജീവൻ്റെ ജീവനാണ്. എല്ലാ ആനിമൽസിനെയും ഒരുപാട് ഇഷ്ടം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസിൽ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പട്ടിയും പൂച്ചേനെ, കാക്കയുടെ, അണ്ണാൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്തായാലും ഞാൻ അവനോട് രാത്രിയായില്ലേ, എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് തിന്നാനൊന്നുമില്ല, നീ നിൻ്റെ വീട്ടിൽ പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ സമയം കൂടെ മൂപ്പര് എന്നോടും സ്നേഹം കാണിച്ചു, ഞാനും തിരിച്ച് സ്നേഹം കാണിച്ചു. അത് കഴിഞ്ഞ് മൂപ്പര് പോയി കേട്ടോ. എന്തായാലും നല്ല അങ്ങനെ മണമൊന്നുമില്ല കേട്ടോ. ഏതോ ഒരു വീട്ടിലെ പൂച്ചയാന്ന് തോന്നി. ഈ പരിസരത്ത് എവിടെ നിന്നാണെന്നറിയില്ല വന്നതും. ഇടയ്ക്ക് നമ്മുടെ ഈ പരിസരത്തോടെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് ഞാനതിനെ കാണുന്നത്, എന്നാൽ ഇത്രയും മാത്രം സ്നേഹം. സാധാരണ പൂച്ച ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോകേണ്ടതാണ് കേട്ടോ, എന്താണെന്നറിയില്ല. നമ്മൾ വേണ്ടിയ ഇടയ്ക്കൊക്കെ പൂച്ചയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ആരെങ്കിലും എടുക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും, അതായിരിക്കും പൂച്ച അങ്ങനെയെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കയറി പോന്നു, പൂച്ച എൻ്റെ പുറകെ തന്നെ പോരും. അമ്മ പൊയ്ക്കോ, നീ വീട്ടിലേക്ക് പൊയ്ക്കോ, പിന്നെ നമുക്ക് കാണാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പം ഈ പൂച്ചക്കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ കൂടി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ നമുക്ക് കാണാം, അവിടെ ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ. വീട്ടിൽ പോക്കോടാ, ഞാൻ പോവുക, നീ വീട്ടിൽ പോക്കോ, നീ വീട്ടിൽ പോക്കോ.